പപ്പ, മണ്ണിന്റെ അടിയിൽ നിന്ന് കാക്കാനെ കാണാനില്ല. ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചിരുന്നു എല്ലാവർക്കും നല്ലത് വരുത്തണേ. പ്രാർത്ഥിച്ചിട്ട് ഏട്ടനെ കിട്ടിയിട്ടില്ല പപ്പ. എനിക്ക് ഒരുപാട് സങ്കടായി. ആ ഏട്ടനെ കിട്ടാൻ പപ്പൻ കൂടി പ്രാർത്ഥിച്ചോണ്ടി. എന്താണമ്മ തിരിച്ചു വരാത്ത? അവൻ പോയ സ്ഥലം അത്ര നല്ലതായിരിക്കും. ദേഹം പോണല്ലോ, കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലേ ഉള്ളെന്തുള്ളാലേ താരങ്ങൾ പൊഴിയുന്ന രാവുകളെ ജപമാല ഞാൻ എണ്ണി അഴലുകളെ പകരുകളാക്കി ആളും മിഴിച്ചിന്നി നിന്നേടുമോ വരാം ഞാൻ. അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചു തരൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓനെ ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? താൻ ഏറെ സ്നേഹിച്ച ആ ലോറിയുടെ ക്യാബിനിൽ ഇത്രയും നാളും അർജുൻ കിടന്നു. ഉറ്റവരുടെ വിലാപങ്ങളൊന്നും അറിയാതെ. മകന്റെ കളിച്ചിരികൾ ആ കാതിൽ മുഴങ്ങിയില്ല. കണ്ണീർ വാർത്ത സഹോദരിമാരെയും ഭാര്യയെയും കണ്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ അവൻ ആ ലോറിയിൽ കിടക്കുകയായിരുന്നുവെന്നാണ് ഷിരൂർ മണ്ണിടിച്ചിലിന് തൊട്ടു മുൻപ് ഇതുവഴി കടന്നുപോയ ലോറിയുടെ ഡ്രൈവർ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞത്. അത് ശരിയായിരുന്നു. പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും അവൻ സുഖനിദ്രയിലായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോറിയുടെ ക്യാബിനിൽ തന്നെ അവൻ ഉണ്ടാകുമെന്ന് മാങ്കാവ് സ്വദേശിയായ ലോറി ഉടമ മനാഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്രമാത്രം ഉറപ്പായിരുന്നു മനാഫിന്. ഇന്നലെ 72ാം ദിനം അതേ ക്യാബിനിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ എടുക്കുമ്പോഴും മനാഫിനും കരച്ചിലടക്കാനായില്ല. വണ്ടിക്കുള്ളിൽ കിടന്നുറങ്ങുന്ന ശീലം അവസാന നിമിഷം വരെയും അർജുൻ തുടർന്നു, പ്രകൃതിയുടെ സംഹാര താണ്ഡവം അറിയാതെ. ഇന്നലെ വൈകുന്നേരം ദൃശ്യമാധ്യമങ്ങളിൽ ലോറിയെയും അർജുനെയും കണ്ടെത്തിയെന്ന വാർത്ത വന്നപ്പോൾ മാതാപിതാക്കളും സഹോദരിമാരും വീട്ടിലുണ്ടായിരുന്നു. ജോലിക്ക് പോയ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ വാർത്തയറിഞ്ഞ് ബാങ്കിൽ നിന്ന് വീട്ടിലെത്തി. തീരാവേദന ഉള്ളിലൊതുക്കി ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതായിരുന്നു. ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന്റെ പരമാവധി നമ്മൾ ചെയ്ത്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും. അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. ഖബർ വിശാലമാക്കണയല്ല, സ്വർഗ പൂങ്കാവനമാക്കണയല്ല, സ്വർഗത്തിന്റെ കവാടം തുറക്കണയല്ല, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണയല്ല.